And lastly, I will end with something like this. അതൊരു ശാപമാണ്. അടുത്ത വർഷം നിങ്ങൾക്ക് ആർക്കും കേരളത്തിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. All the best. ഇനി അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് വരുമ്പോഴും എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും സെറ്റല്ലെന്നറിയാം. സദ്യ ഉണ്ട്. സദ്യ കഴിഞ്ഞാൽ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, പായസവും വന്നു. വയറ് നിറഞ്ഞു. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. நந்து வரான் கேட்ட எல்லாம் கட்டு வரான். நான் வெடிய ஒண்ணு போடுதில்லால ஸ்லீவ சுருட்டி வரான், காலரத்தான் பெரட்டி வரான். முடிய சிலுப்பி விட்டா ஏறும் உள்ளார. மரணம் மாசு மரணம் டப்பு தரணும், அதுக்கு அவன் தான் பிறந்து வரணும். மாசு மரணம் டப்பு தரணும், ஸ்டெப் முறையா விடணும். தட்லாட்டம் தாங்க தரலாங்க சாங்க, உள்ளர வந்தானா பொல்லாதவேங்க. திம்ராம வாங்க பல்பாயிடுவீங்க, முறை போட்ட நிப்பானா முட்டாம போங்க. എനിവേ അതിനകത്ത് കുറേയധികം സ്റ്റുഡൻസ് ശരിക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവര് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചത്തെ ഐഡിയേഷൻ, അതിന്റെ ഇടയിൽ വരുന്ന തർക്കങ്ങൾ അത് സോൾവ് ചെയ്യുക. കുറെ ആൾക്കാർ ഉറപ്പ് എഴുന്നേറ്റിട്ടുള്ളവർക്ക് രാവിലെ 4 മണിക്കും 12 മണിക്കും ഡൗൺ ചെയ്ത് എനിക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ എന്നെ 2 വാക്ക് പറയാൻ ഇവിടെ വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് ഒരു വെരി ബിഗ് താങ്ക്സ്. പിന്നെ ഇത് എന്റെ ഫസ്റ്റ് ടൈം ആണ്. തിക്കിന്റെ കഴിഞ്ഞ പ്രാവശ്യം സെലിബ്രേഷൻ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ദി ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ വർക്ക് ദാറ്റ് യു ഹാവ് ഡൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇവിടുത്തെ സെലിബ്രേഷന്റെ കാര്യങ്ങളൊക്കെ ആരോഗ്യമാണ്. കോളേജ് എസ്പെഷ്യലി ഓണം സെലിബ്രേഷൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അതിനുശേഷം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ ഓണം സെലിബ്രേഷൻ എന്നൊരു മോഡൽ വന്നു തുടങ്ങിയത്. അതിപ്പോൾ ആൾക്കാർ അതുകൊണ്ട് ഇവിടേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും ഇതുപോലെ സെലിബ്രേഷൻ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മളും ആ ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാമിൽ കാര്യം